ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബൂസ്റ്റ് വെച്ചിട്ടുള്ളൊരു സർബത്താണ്. അപ്പോൾ നിങ്ങളിൽ പലരും ഇത് കുടിച്ചിട്ടുണ്ടാകും. ഞങ്ങളുടെ നാട്ടിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. ഇത് നമ്മൾ കുലുക്കി സർബത്തൊക്കെ ചെയ്യുന്ന പോലെ 2 ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തെടുത്തിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. പക്ഷേ ഞാനിന്ന് വീട്ടിലൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. ഇത് സാധാരണ പാല് വെച്ചിട്ടാണ് ചെയ്യുന്നത്, പക്ഷേ ഞാനിപ്പോൾ ഇവിടെ പാൽപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് പാൽപ്പൊടിയാണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്പെഷ്യൽ സർബത്ത് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് സർബത്ത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് നന്നാരി സിറപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ 1 ഗ്ലാസ് ബൂസ്റ്റ് സർബത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം നന്നാരി സിറപ്പ് മതിയാകും. അപ്പോൾ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം നന്നാരി സിറപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബൂസ്റ്റ് പൗഡറാണ്. അപ്പോൾ 1 ഗ്ലാസ്സിലേക്ക് ഇതുപോലുള്ള 50 ഗ്രാമിൻ്റെ ഒരു പാക്കാണ് കണക്ക്. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ബൂസ്റ്റ് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ബൂസ്റ്റ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാൽപ്പൊടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ പാൽപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ പാല് വെച്ചിട്ടാണെങ്കിൽ 1 ഗ്ലാസ് പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ നല്ല തണുത്ത വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ നാരങ്ങ വെള്ളം ജ്യൂസൊക്കെ അടിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും സാധാരണ വെള്ളമാണ് എടുക്കുന്നത്. പഞ്ചസാര പെട്ടെന്നൊന്ന് അലിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ നന്നായിട്ട് തണുത്ത വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബൂസ്റ്റ് സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളാണല്ലേ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. സാധാരണ നന്നാരി സിറപ്പിൻ്റെ ടേസ്റ്റൊന്നും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും, അതും പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്